السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل النهار ما شاء الله كان. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മ നിറഞ്ഞ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ വന്നുപോയ എല്ലാ പാപങ്ങളും അർഹമുർ-റഹീമിനായ റബ്ബ് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂടെ ആരോഗ്യമില്ലാതെ പ്രയാസം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അല്ലാഹു ആരോഗ്യവും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ സത്യവിശ്വാസിയും ജീവിതത്തിൽ നിരന്തരമായി പാലിക്കേണ്ട, പകർത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ നമ്മെ വിളിച്ചു പറഞ്ഞ കാര്യം, അഥവാ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. ദിക്റൻ കസീറൻ, ധാരാളം ദിക്റുകൾ. സാധാരണ നമ്മൾ നമസ്കാരം ധാരാളം നിർവഹിക്കണമെന്ന് ഖുർആനിലില്ല, നോമ്പ് ധാരാളം നിർവഹിക്കണമെന്ന് ഖുർആനിലില്ല, സക്കാത്ത് അതിന് നിർണിതമായ അളവുണ്ട്. എന്നാൽ ദിക്ർ നിങ്ങൾക്ക് എപ്പോഴും എങ്ങനെ ഏത് സമയത്തും നിങ്ങൾക്ക് നിർവഹിക്കാവുന്നതാണ്. അത് നിർവഹിക്കണമെന്ന് അല്ലാഹു സൂറത്തുൽ അഹ്സാബിലൂടെ നമ്മെ വിളിച്ചു നിർത്തുകയാണ്. സൂറത്തുൽ അഹ്സാബിലെ 42-ാമത്തെ ആയത്ത് പരിശോധിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റത്തൻ വഅസീല. രാപ്പകലുകൾ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിങ്ങൾ അവന് തസ്ബീഹ് ചെയ്യുക, സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചെയ്യുക. ഈ തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ ചെയ്യുന്ന നിർവഹിക്കുന്ന ദിക്റുകൾ
നാവ് കൊണ്ട് ഉരുവിട്ടാൽ അള്ളാഹുവിൽ നിന്നൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല. നാവ് കൊണ്ട് പോരാ, കൽബ് കൊണ്ട് ഉരുവിടണം. അതാണ് സലഫു സാലികളായ പണ്ഡിതന്മാർ പറയുന്നു, ലൈസ ദിക്ർ ആവുകയില്ല മൻ ഹമസ ബിലിസാനിഹി, നാവ് കൊണ്ട് നൊടിഞ്ഞാൽ. നാവ് കൊണ്ട് മാത്രം നൊടിയുന്നത് കൊണ്ട് അത് ദിക്റാവില്ല. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 33 വട്ടം പറയുകയും അല്ലാഹു അക്ബർ 33 വട്ടം നമ്മൾ നാവ് കൊണ്ടാണ് പറയുന്നത്. അതിൽ നമുക്ക് കൽബിനൊരു പങ്കുമില്ല. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് ദിക്റും ഫിക്റും, ചിന്തയും ദിക്റും സമന്വയിപ്പിച്ചാൽ മാത്രമേ റബ്ബിൽ നിന്ന് പ്രതിഫലം ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ നിസ്കരിച്ചിട്ട് വെറുതെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള നൊടിച്ചില്ല, അതിനൊരു പ്രതിഫലം ഉണ്ടാവില്ല കേട്ടോ. നമ്മളെല്ലാം നിർവഹിക്കുന്നവരാണ്. ഇപ്പം നമ്മളെല്ലാ പള്ളികളിലും നിങ്ങൾ കാണാം, പല പള്ളികളിലും നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് തന്നെ ദിക്ർ ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റുചൊല്ലുകയും ചെയ്യാറുണ്ട്. ഇതൊന്നും ദിക്റല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവന്റെ കൽബിൽ റബ്ബിന്റെ സിഫാത്തുകൾ കൊണ്ടുവന്നുകൊണ്ട്, അള്ളാഹു ഖാദിറാണ്, മുഴുവൻ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, ആ റബ്ബിനെ ആണ് ഞാൻ വാഴ്ത്തുന്നത് എന്ന് കൽബിൽ വരണം. അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു രക്ഷിക്കുന്നവനാണ്, അള്ളാഹു കാരുണ്യനാണ്, കരുണയുടെ പാൽക്കടലാണ്, ആ റബ്ബിനെയാണ് ഞാൻ വാഴ്ത്തുന്നത് എന്ന കൽബിൽ വന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ നാവ് കൊണ്ടത് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലൈസ ദിക്റു മൻ ഹമസ ബിലിസാനി, ഇന്നമ ദിക്ർ എന്ന് പറഞ്ഞാൽ മൻ ജലസഫി സൂക്കി, ഒരാൾ തന്റെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ അവിടെ ദിക്ർ വേണം. അള്ളാനെ എങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക? അവിടെ കാണാൻ പാടില്ല, ആ കണ്ണിന് ദിക്റുണ്ട്. കേൾക്കാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ല, അവിടെ ചെവിക്ക് ദിക്റുണ്ട്. അങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ, അല്ലാണ്ട് പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് നിസ്കരിച്ച് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ല ദിക്ർ. ഇന്നമ ദിക്ർ മൻ ജലസ ഫീ സൂഖി, പിന്നെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ദിക്ർ വേണം. പിന്നെ അടുത്തതോ വഅഖദ യസ്നു ബി ബീദാനിഹി, തന്റെ കച്ചവടം നിർവഹിക്കുമ്പോൾ, അവൻ തൂക്കുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ തൂക്കുമ്പോൾ അവൻ എന്ത് വേണം? അലിമ അന്നല്ലാഹ മുത്തലിഉൻ അലൈഹി, അവൻ മനസ്സിലാക്കണം ഈ തുലാസിലേക്ക് റബ്ബിന്റെ നോട്ടമുണ്ട്. അതാണ് ദിക്ർ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 അതല്ല ദിക്ർ. ഷോപ്പിൽ നിങ്ങൾ സാധനം വെക്കുമ്പോൾ ഈ വെക്കുന്ന സാധനത്തിലേക്ക് റബ്ബിന്റെ നോട്ടമുണ്ട്. തൂക്കുമ്പോൾ, അളക്കുമ്പോൾ റബ്ബിന്റെ നോട്ടം ഈ തുലാസിലേക്ക് ഉണ്ട് എന്ന ബോധത്തോടു കൂടി തൂക്കുമ്പോൾ അതാണ് ദിക്ർ. ആ ദിക്ർ അവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ദിക്ർ, നിങ്ങൾ നിസ്കാര ശേഷം നടത്തിയ ദിക്ർ അല്ല എടുക്കുകയുള്ളൂ. അവിടെ ദിക്റില്ലാണ്ടെക്കുകയും പള്ളി കയറും മാത്രം ദിക്ർ ചെയ്യുകയും ചെയ്യുന്നതിന് ദിക്ർ എന്ന് പറയില്ല. അതുകൊണ്ടാണ് ദിക്റും ഫിക്റും ഒരുപോലെ വരണം. നമുക്ക് നോക്കാം, അള്ളാഹുവിന്റെ സലഫു സാലികളായ പണ്ഡിതന്മാർ പറയുന്നു, ഫലം യഹുദ്, അവൻ എടുക്കൂല, അൽ ഇൻഫാഖ് വലം യൂത്തി ഹക്കൻ, ഒരാളുടെ മുതലും അവൻ എടുക്കൂല, ഹക്കല്ലാത്തത്. ഒരാളുടെ മുതലും ഒരാൾക്കും ഹക്കല്ലാത്ത മോശമായ സാധനം കൊടുക്കൂല. അങ്ങനെ ഒരു കച്ചവടക്കാരൻ മോശമായ സാധനം കൊടുക്കുകയും മോശമായ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ, അയാളുടെ ദിക്റല്ല. മനസ്സിലായോ? നമ്മളൊക്കെ സാധാരണ കണ്ടുവരുന്ന കച്ചവടക്കാരെ, കച്ചവടം വേറെയാണ് മൗലി, ദിക്ർ വേറെയാണ് മൗലി എന്നറിയാം. കച്ചവടം നമ്മളെത്തതിനാണ്, അത് മൗലിക്ക് കച്ചവടമില്ലേറ്റാണ്. ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. എന്ത്? അവിടെയാണ് ദിക്ർ വേണ്ടത്, ദിക്റിന്റെ പ്രയോഗം. അല്ലാണ്ട് പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അത് ദിക്റാണ്. പക്ഷെ അത് എന്ത് വേണം? കൽബിൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹിന്റെ നിയമങ്ങൾ പാലിക്കാനുള്ള മാനസികാവസ്ഥയും വന്ന ഒരാളുടെ നാവിൽ നിന്ന് ആ ദിക്ർ വന്നെങ്കിൽ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ കേട്ടോ. വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. ഖുർആൻ തന്നെ പറഞ്ഞില്ല, നിങ്ങൾ സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും അള്ളാഹുവിന്റെ ഭൂമിയെ സൃഷ്ടിച്ചതിലുണ്ട്. പിന്നെ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും ഇവിടെ മാറി മാറി വരുന്നതിലുണ്ട്. ആകാശം ഭൂമി സൃഷ്ടിച്ചതിനുണ്ട്, രാവും പകലും മാറി മാറി വരുന്നതിനുണ്ട്. എന്ത്? ആയാത്തിൻ, അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള ദൃഷ്ടാന്തം. ആകാശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചാൽ, ഭൂമിക്കടിയിൽ വെള്ളം വെച്ച റബ്ബിനെ കുറിച്ച്, ഭൂമിക്കടിയിൽ സ്വർണം വെച്ച റബ്ബിനെ കുറിച്ച്, ഭൂമിക്കടിയിൽ ഡീസൽ വെച്ച റബ്ബിനെ കുറിച്ച്, ഭൂമിക്കടിയിൽ മണ്ണെണ്ണ വെച്ച റബ്ബിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം. എന്നിട്ട് എന്റെ റബ്ബ് ആരാന്ന് അറിയണം, എന്നിട്ട് വേണം തസ്ബീഹ് ചെയ്യാൻ. അതാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്. എന്തുണ്ട്? ആയാത്തിൻ, ദൃഷ്ടാന്തമുണ്ട്. അല്ലാണ്ട് അത് സ്വന്തമായിട്ട് ഉണ്ടായതല്ല, ഒരു കടിഞ്ഞൂൽ പ്രസവത്തിൽ ഉണ്ടായതല്ല ഭൂമിയും ആകാശവും.
അത് അള്ളാഹു ബോധപൂർവ്വം സൃഷ്ടിച്ച. അതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് പറയണം, ആർക്കാ ദൃഷ്ടാന്തമുള്ളത്? ഉലിൽ അൽബാബ്, ലുബുള്ള ആളുകൾക്ക്, തലച്ചോറുള്ള ആളുകൾക്ക്. വെറും തല ആളെ തിരിച്ചറിയാൻ തന്നല്ലോ, ഒരാളെ തിരിച്ചറിയാനാണ് തല എന്നതല്ല. തലയുടെ ഉദ്ദേശം ചിന്ത. അങ്ങനെ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അല്ലദീന യദ്കുറൂനല്ല. അവർ അങ്ങനെ ആകാശത്തെയും ഭൂമിയെയും അവരുടെ സൃഷ്ടിപ്പിനെയും രാപ്പകളുടെ മാറി മാറിയുള്ള വരവിനെയും ഒരു ദിവസം പോലും, ഒരു നേരം ആലോചിച്ച് നോക്കണ്ടേ, ഒരു ദിവസം പോലും നിരന്തരമായി രാത്രി ഉണ്ടായില്ല, ഒരു ദിവസം പോലും നിരന്തരമായി പകലുണ്ടായില്ല. ആരാണിത് ചെയ്തത്? ആരാണ് ഇതിന്റെ പിന്നിൽ? ആ റബ്ബിനെയാണ് നമ്മൾ വാഴ്ത്തുന്നത്, അവനെയാണ് നമ്മൾ തസ്ബീഹ് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, നൃത്തത്തിൽ ദിക്റേയുള്ളൂ. പിന്നെ വഖുഊദൻ, ഇരുത്തത്തിൽ. അല്ലാണ്ട് പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ടുള്ള ദിക്റല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നൃത്തത്തിലും ഇരുത്തത്തിലും വാല ജുനൂബിയും, കിടക്കുമ്പോഴും ദിക്റുണ്ടാവും അല്ലേ? എല്ലാ സമയത്തും ദിക്ർ വേണം. യതഫക്കറൂൻ, ആ ദിക്ർ ചെല്ലുക മാത്രമല്ല, യതഫക്കറൂൻ, അവർ ചിന്തിക്കും. ഫീ ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്. ഏത് സൗരയൂഥങ്ങൾ, കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും ആകാശഗംഗയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും മാറി മാറി വരുന്നു, നമുക്കൊരു പങ്കുമില്ല. പിന്നെ ഖുർആൻ പറയാണ് യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള് റബ്ബന, എന്നിട്ട് അവൻ പറയാം മാ ഖലഖ്ത ഹാദാ ബാതില, പടച്ചോനെ ഈ ആകാശവും ഈ ഭൂമിയും ഈ ചലനവും ഒന്നും പടച്ചോനെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക്, സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ്. എന്താ തസ്ബീഹ് വേണ്ട? ചിന്തിക്കുമ്പോൾ വേണം തസ്ബീഹ് ചെയ്യാൻ. ഒരു ചിന്തയും ഇല്ലാതെ വെറുതെ അങ്ങനെ തസ്ബീഹ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞെന്താ? പടച്ചോനെ നീ പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം. കാരണം ചിന്തിച്ചപ്പോൾ അവൻ നരകം കണ്ടു. ഈ ആകാശത്തെയും ഈ ബാഹ്യപ്രപഞ്ചത്തെ മുഴുവനും ഇത്രയും സൗകര്യത്തോടു കൂടി ആലോചിച്ചോളൂ. ഒരു നേരം ചിന്തിച്ചു നമ്മൾ, എന്താ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പില്ലേ? പടിഞ്ഞാറ് നമ്മൾ കാണേണ്ട സമുദ്രം അല്ലെ, അതിലെത്ര മത്സ്യങ്ങൾ, അതിലെത്രയാണ് അള്ളാന്റെ ഖജനാവുള്ളത് അല്ലെ? എത്ര കോടീശ്വരന്മാർ അതുകൊണ്ട് ഉണ്ടായത്? നമ്മുടെ ഭർത്തനിൽ ഒരു ബേബി ഹോസ്പിറ്റല്, അത് മുഴുവനും മീനാണ്. റബ്ബിന്റെ കടലിലെ ലഹ്മൻ തരിയ എന്ന് പറയില്ല ഖുർആൻ, അതാണ് മാംസം, പച്ച മാംസം. കോടിക്കണക്കിന് വർഷമായില്ലേ മനുഷ്യന്മാർ മീൻ പിടിക്കുന്നു, വിൽക്കുന്നു അല്ലേ? അത് തീരുണ്ടാവും. ചിന്തിക്കണം, സമുദ്രത്തെക്കുറിച്ച് ചിന്തിക്കണം. മുകളിൽ കിടക്കുന്ന, മലമുകളിൽ കിടക്കുന്ന ഭൂമി അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് അള്ളാഹു മലകൾ കൊണ്ട് നിറച്ചു. കാരണം എന്താ? മഴ പെയ്താൽ വെള്ളം ഒലിച്ചിങ്ങോട്ട് പോരണം അങ്ങോട്ടേ കടലിലേക്ക്. അതിനുവേണ്ടി അള്ളാഹു പല സംവിധാനം, അതിന്റെ ഒരു ഭാഗമാണ് പുഴകൾ. അപ്പൊ പുഴ കാണുമ്പോൾ കവിത ചെല്ലാനല്ല വരേണ്ടത്, ആ റഹ്മാനായ റബ്ബ്, പടച്ചോനെ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില, ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല പടച്ചോനെ. ഫഖിന അദാബന്നാർ, അവൻ നരകം മുന്നിൽ കാണും. കാരണം എന്താ? വെറുതെ സൃഷ്ടിച്ചതല്ല. മനുഷ്യൻ ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുറ്റങ്ങളും പാപങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്യുന്ന മനുഷ്യൻ, അവൻ അള്ളാഹു കൊടുക്കാൻ നിശ്ചയിച്ച നരകത്തെക്കുറിച്ച് അവൻ മുഖാമുഖം കാണും. എങ്ങനെ വന്നാൽ സൃഷ്ടിക്കും, ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഖുർആൻ പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറ അല്ലേ? നിരന്തരമായി ധാരാളമായി അള്ളാഹുവിനെ നിങ്ങൾ ദിക്ർ ചെയ്യണം. വസബ്ബിഹൂഹു ബുക്റത്തൻ വാസീല, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തണം. ഇതൊക്കെ അള്ളാഹു കൽപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആയത്തിനെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചു കിട്ടുന്നത് എന്താ വേണ്ടത്? ആരാണ് ഈ ദിക്ർ ചെല്ലേണ്ടത്? ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഐ ബില്ലൈൽ, രാത്രിയിൽ ദിക്ർ, ഒന്ന് രാത്രിയിൽ, വന്നഹാർ, പകലിൽ. മനുഷ്യന്റെ ജീവിതം ഒന്ന് പകലും ഒന്ന് രാത്രിയാണ്. ഐ ബില്ലൈലി വന്നഹാർ ഫിൽ ബർരി വൽ ബഹർ, മനുഷ്യൻ കരയിലായാലും മനുഷ്യൻ കടലിലായാലും ദിക്ർ വേണം. ദിക്ർ വേണം. കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴും കരയിലൂടെ യാത്ര ചെയ്യുമ്പോഴും ദിക്ർ വേണം അല്ലെ? ഒരുപാട് ദിക്ർ നമ്മൾ പഠിച്ചതാണ്. പിന്നെ വസ്സഫരി വൽ ഹലർ, സ്വദേശത്ത് താമസിക്കുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ദിക്ർ വേണം അല്ലെ? യാത്രയിൽ ദിക്ർ വേണം, സ്വദേശത്ത് താമസിക്കുമ്പോൾ ദിക്ർ വേണം. ചിലരൊക്കെ നാട്ടിലൊക്കെ നല്ല ദിക്ർ ഉണ്ടാവും, യാത്ര ചെയ്ത എല്ലാ ദിക്റും പോണവരുണ്ട് ഇല്ലേ?
യാത്ര ചെയ്തിട്ട് ബോംബെയിലോ ഡൽഹിയിലോ ബാംഗ്ലൂരൊക്കെ പോയാൽ ദിക്റല്ല ഉണ്ടാകുക. എന്താ ഉണ്ടായാല്? അതാ പറഞ്ഞത്, പകലിൽ വേണം രാത്രിയിൽ വേണം. എന്താ ഉണ്ടായാലും ഞാൻ പറയില്ല, പോണവർക്ക് മനസ്സിലാവും. യാത്ര ചെയ്യുന്നവർക്ക്. എന്നാലോ നാട്ടിൽ വന്നാൽ ഭയങ്കര നിസ്കാരക്കാരനാണ്. നാട്ടിൽ വന്നാൽ പള്ളിയിൽ വന്ന് മൂപ്പരെ ഭയങ്കര ദിക്റുവാ, ഭയങ്കര ദുആണ്. ചോൻ ഇതിലേക്ക് എടുത്തിട്ടില്ല, അള്ളാലേക്ക് എടുത്തിട്ടില്ല. കാരണം ചിന്തിച്ച് ദിക്ർ ചെയ്തതല്ല. ഓന്റെ നാവ് മാത്രമേ ദിക്റിൽ പങ്കെടുത്തിട്ടുള്ളൂ, ഓന്റെ കൽബ് പങ്കെടുത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഒന്ന് എന്ത് വേണം? യാത്രയിൽ വേണം, സ്വദേശത്ത് താമസിക്കുമ്പോൾ ദിക്ർ വേണം. വൽ ഗിന വൽ ഫഖർ, സമ്പന്നനായാലും ദിക്ർ വേണം. വൽ ഫഖർ, ദാരിദ്ര്യം ഉണ്ടായാലും. ചിലർ ഫഖർ ഉണ്ടായാൽ ഭയങ്കര ദിക്റാ, പടച്ചോനോട് ഭയങ്കര ദുആണ്, ഭയങ്കര ദിക്റാ. ദാരിദ്ര്യം ഉണ്ടായാൽ അല്ലെ, പടച്ചോനെ ഒരു ജോലി തരണേ, എന്റെ മക്കൾക്ക് ഒരു നല്ല ജോലി കൊടുക്കണേ, പടച്ചോനെ മക്കൾക്ക് നല്ല ഭർത്താവിനെ കിട്ടണേ, അല്ലെ, ഇതൊക്കെ ഭയങ്കര ദുആണ്. ആർക്ക് ആ ദിക്ർ ഉണ്ടാവും? പാവപ്പെട്ടവർക്ക്. സമ്പന്നനോ ഓനതില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇത് യാ അയ്യുഹൽ ആമനൂ, വിളിക്ക് ഉത്തരം പറയാൻ പണക്കാരനായാലും ദരിദ്രനായാലും അവൻ തയ്യാറാണോ എങ്കിൽ അവൻ ചെയ്യണം എന്ത്? ദിക്ർ. അപ്പൊ പണക്കാരനായാലും ചിലവർ പൈസ കൂടിയാൽ പിന്നെ ദിക്റൊന്നുമില്ല, പിന്നെ അള്ളാഹ്ക്കെതിരാ. അള്ളാഹു പണം കൊടുത്താണ്ട് അവനൊന്ന് അനുഗ്രഹിച്ചാൽ പിന്നെ അള്ളാഹ്ക്കെതിരില്ല പണെടുക്കുക. എന്ത് പണെടുത്താലും അള്ളാഹ്ക്കെതിരാവും, ദുർവേ ചെയ്യുള്ളൂ. ഓർക്ക് പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദിക്ർ വേണം. അപ്പൊ ദിക്റാണ് ഇതൊക്കെ. അല്ലാണ്ട് നിങ്ങൾ ആയിക്കോട്ടെ നാവ് കൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കാണുന്നില്ല കുറെ ആൾക്കാർ ഈ ദിക്റില്ല ആരെയും നന്നായിക്കണം ഉണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ നന്നായിക്കണം, ഞാൻ നന്നായില്ല. അത് കാര്യമില്ല എന്നാ പറഞ്ഞത്. അത് വെറുതെ നമുക്ക് ആളെ പൊട്ടീസാക്കാം. പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അപ്പം നല്ല ദിക്റൊക്കെ ഉള്ള തക്കവള്ളവനാണ്. അത് നിങ്ങൾക്ക് അള്ളാനെ തോന്നിപ്പിക്കണം. അള്ളാനെ തോന്നിപ്പിക്കുമ്പോൾ നിങ്ങളെ കൽബിൽ അള്ളാഹ് വേണം. അപ്പൊ അതിനെന്ത് വേണം? പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക രഹസ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് മനസ്സിലാക്കി റബ്ബിനെ അടുത്തറിഞ്ഞുകൊണ്ട് ദിക്ർ ചെയ്യണം. അപ്പോഴേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പൊ പിന്നെ മറന്നു വസിഹ, ആരോഗ്യമുള്ളപ്പോഴും ദിക്ർ വേണം, രോഗമുണ്ടാകുമ്പോൾ ദിക്ർ വേണം. ചിലവര് രോഗിയായി കഴിഞ്ഞാൽ ആരോഗ്യമുള്ളവർ പോയി ഇടക്കിടക്ക് ചോദിക്കും. അയാൾ ചിലപ്പോൾ ബോധമില്ലാതെ കിടക്കുകയായിരിക്കും, ഇപ്പം നിസ്കരിച്ചോ? ഭയങ്കര ഭയങ്കര തക്കവയാണ്. രോഗി നിസ്കരിക്കട്ടെ, ബോധമില്ലാണ്ട് കിടക്കുന്ന മനുഷ്യനോട് നിസ്കരിച്ചോന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുക, ചിലവര് പറയും എന്താ അറിയോ, അയാളെ വിളിച്ചോണ്ടിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡോക്ടറല്ല, ഞാൻ പറയുന്ന അള്ളാണ്ടതാണ്. അതുകൊണ്ട് ഇയാൾ നിസ്കരിക്കണം. അതാ കാരണം യഖീൻ, മരണം ഉറപ്പാകുന്നത് വരെയും അള്ളാഹിനുള്ള ദിക്റും ആരാധനയും നിലനിർത്തിക്കൊള്ളണം. അതാർക്ക്? ഇസ്ലാം അപ്പൊ തന്നെ വിശദീകരിച്ചു. എന്ത്? രോഗിക്കില്ല എന്ത്? നിസ്കാരം ദിക്റൊന്നുമില്ല, ഒരു ബാധ്യതയില്ല, നിർബന്ധമില്ല. ഒരു രോഗിയാണ്. എങ്ങനത്തെ രോഗി? ബോധം കെട്ട് കിടക്കുന്ന അയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നിസ്കാരം ഫർലാവുള്ളൂ. മനസ്സിലായി? ഒരു ബോധമില്ലാത്ത ഒരാൾക്ക് എന്തില്ല, ഒരു ഭ്രാന്തൻ എന്തില്ല, നോമ്പ് നിസ്കാരമൊന്നുമില്ല. എന്തുകൊണ്ട്? അയാൾ മരിച്ചിട്ടില്ല, പക്ഷെ അയാൾക്ക് ഫർലില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഫർലാക്കിയില്ല. അപ്പൊ ചിലവരിങ്ങനെ രോഗിയായ കിടക്കുന്ന ആശുപത്രിയിലൊക്കെ പോയിട്ട് ചിലരെന്താ പറയാ അറിയോ, മരുന്ന് കൊടുത്തോന്ന് ചോദിച്ചില്ല, മൂപ്പര് ഇവിടെ നിസ്കരിച്ചോ ചോദിക്കാമെന്നാണ്. കാരണം മരുന്നല്ലേ കൊടുത്തോന്ന് ചോദിക്കുന്നത് ഇയാൾക്ക് ബോധം കിട്ടാൻ. ബോധം നഷ്ടപ്പെട്ടു പോയി മനുഷ്യർക്ക് ബോധം ലഭ്യമാകാൻ കൃത്യമായി മരുന്ന് കൊടുത്തോ എന്ന് അന്വേഷിക്കുന്നതിന് പറയും ഇയാൾക്ക് കാര്യമായ പണി. അപ്പോ നിസ്കരിച്ചോ എന്ന് ചോദിക്കലല്ല, അത് ചോദിക്കേണ്ട ഘട്ടമുണ്ട്. അത് മാത്രമല്ല, അത് നിസ്കരിച്ചോ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ? ഇനി അഥവാ നിങ്ങൾക്ക് ചോദിക്കണം എന്നൊരു പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ 5 നേരത്തെ നിസ്കാരത്തെ പറ്റി അയാളെ വെറുതെ ബോധ്യപ്പെടുത്തുക. അല്ലെ, ഇപ്പൊ അസറിന്റെ ടൈമായി അല്ലെ എന്ന് വെറുതെ പറയാം. അയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ അയാൾ നമ്മൾ നിസ്കരിച്ചോ നോക്കുമ്പോൾ അയാൾക്ക് വേജാറാകുക. നേരെ മറിച്ച് ഇപ്പൊ അസറിന്റെ ടൈമാണ് എന്ന് മാത്രം പറഞ്ഞാലും എന്തായി? അത് ബോധ്യപ്പെടുത്തലായി. പലതും പല രൂപങ്ങളുണ്ട് സംസാരിക്കാൻ. നമുക്ക് നോക്കാം. അപ്പോൾ ദിക്ർ ആർക്ക് വേണം? രോഗിക്ക് വേണം, ആരോഗ്യവാന് വേണം. വസിർ, രഹസ്യ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ വേണം. നമുക്ക് രഹസ്യ ജീവിതത്തിൽ അള്ളാഹിന്റെ ഒരു ദിക്റും ഇല്ലല്ലോ, ഉണ്ടോ? നമ്മൾ അള്ളാഹിന്റെ ദിക്റൊക്കെ ചെല്ല് ആളെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അല്ലേ. അതുകൊണ്ടാണ് വസിർ വൽ ഇലാൻ, പരസ്യത്തിലും വേണം. പരസ്യത്തിലും ദിക്ർ വേണം,
രഹസ്യത്തിലും വേണം. അങ്ങനെ ആവുമ്പോഴേ അള്ളാഹ് പറഞ്ഞത് ദിക്റൻ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹനെ ഓർക്കുക. വസബ്ബഹു ബുക്റത്തൻ വാസീല, വസബ്ബിഹു അവനെ നിങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുക, ബുക്റത്തൻ വാസീല പ്രഭാത പ്രദോഷങ്ങൾ. എല്ലാ സമയത്തും റബ്ബുമായുള്ള നിരന്തര ബന്ധം വേണമെന്നാണ് ഖുർആൻ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ഖുർആൻ തുടർന്നെങ്ങനെ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ഖുർആൻ പറയുന്നു ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവിന്റെയും പകലിന്റെയും മാറി മാറിയുള്ള വരവ്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്, വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ, സമുദ്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പൽ, ടണ്ണ് കണക്കിന് ഭാരവുമായിട്ടാണ് അള്ളാഹുവിന്റെ കടലിലൂടെ വ്യാപാരികളുടെ കച്ചവടമായാലും ഏത് നിലക്കുള്ള കച്ചവടങ്ങളായാലും ഒരുപാട് ടണ്ണ് കണക്കിന് ഭാരവും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു മണൽ വെള്ളത്തിൽ തട്ടാന്നു പോകും. ടണ്ണ് കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന കപ്പൽ അള്ളാഹു പറയുന്നു വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് സാധന സാമഗ്രികളുമായി കടന്നു പോകുന്ന കപ്പലുകൾ കാണുമ്പോൾ അവൻ ചിന്തിക്കും ആനയ്യ. അപ്പൊ അവൻ ചിന്തിക്കും അല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അതാണ് ദിക്ർ. അത് കാണുമ്പോണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ട് അല്ലെ. ഇപ്പം ആരോഗ്യമുള്ള ഒരാള് ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോഴും തസ്ബീഹ് ചെയ്തു അല്ലെ. നമ്മളെ ശരീരത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ, ഇവിടെ ശരീരത്തെക്കുറിച്ച് മാത്രം പഠിച്ച എത്ര ഡോക്ടർമാരുണ്ട് അല്ലേ. തൊണ്ട മൂക്ക് ചെവി മുകളിൽ അല്ലെ, ENT, ആ ഭാഗം മാത്രം പഠിച്ച ആളാ. അയാളെ പറ്റി നമ്മളുടെ ധാരണ എന്താ? അയാൾ ഒരുപാട് കഴിവുള്ള ആളാ അല്ലെ. ബ്രെയിനിനെ പറ്റി പഠിച്ചാലോ അയാൾ സൈക്കോളജിസ്റ്റാ അല്ലെ. പിന്നെ വയറിനെ പറ്റി പഠിച്ചാലോ ഹീമറ്റോളജി, ഡെർമറ്റോളജി, ഇങ്ങനെ പല തൊലിനെ പറ്റി ആകുമ്പോൾ ഡെർമറ്റോളജി, എന്തെല്ലാം ഓളജികളാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടായാലോ ഓങ്കോളജി. ഈ ഒരൊറ്റ ശരീരം വെച്ചുകൊണ്ടാണ് ഈ ഡോക്ടർമാർ മുഴുവൻ ലോകത്തുണ്ടായത് അല്ലെ. ഡോക്ടർമാർക്ക് പോയി ഇരിക്കുമ്പോൾ നമ്മൾ റബ്ബിനെ കുറിച്ച് എനിക്കല് ഒന്നും ഇതില്ല. അപ്പൊ നമുക്ക് സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ നമുക്ക് തോന്നാറില്ല. എന്താ ഇപ്പൊ രോഗി ഡോക്ടറെ കാണിച്ചിട്ട് വേഗം സുഖപ്പെടുക, അത് മാത്രമേ നമ്മൾ ചിന്തയുള്ളൂ. നമ്മൾ അള്ളാനെ ചിന്തിക്കേണ്ടത് നമ്മൾ അപകടങ്ങളിൽ പെടുമ്പോഴാണ് മനസ്സിലായി. അപ്പൊ ചിന്തിക്കണം, നല്ലോണം ദിക്ർ വേണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉന്നാസ്. പിന്നെയോ നല്ലോണം മഴ പെയ്യാന്ന് വെച്ചോളൂ. മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? നിങ്ങൾ എല്ലാവരും നെഗറ്റീവാണ് മഴ പെയ്താൽ പറയാ അല്ലെ. ശക്തമായ മഴ പെയ്യുമ്പോൾ എന്താ പറയുന്നത്? ഇനിയിപ്പോ ജലപ്രളയം ഉണ്ടാവും, ഇനിയിപ്പം പകർച്ചവ്യാധി ഉണ്ടാവും അല്ലെ. നെഗറ്റീവാണ് നമ്മൾ പറയാം അല്ലെ. എന്നാൽ വിശുദ്ധ ഖുർആൻ നെഗറ്റീവ് ചിന്തിക്കാനല്ല വിശ്വാസികളോട് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും മഴ പെയ്യുമ്പം പിന്നെ ഭരണാധികാരികൾ നോക്കി നിൽക്കുന്നു. ഭരണാധികാരികൾ തന്നെ വെള്ളത്തിലാണ്, പിന്നെ അവിടെ എന്താക്കാനാ? ഭരണാധികാരികൾ, കോർപ്പറേഷൻ അധികാരികൾ നോക്കി നിൽക്കുന്നു. അവിടെ എന്താക്കാനാ? മഴയിന് ഒന്നും ചെയ്യാനില്ല. മനുഷ്യന്റെ കൈവിന് പുറത്തം വിട്ട. അതുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ അല്ലാഹ് പറയാം ഹുവല്ലദീ അൻസല മിനസ് സമായി മാഅൻ, അല്ലാഹു ആകാശത്തിന് വെള്ളമിറക്കി. മാഅലക്കും നിങ്ങൾക്കുള്ള വെള്ളം, മിൻഹു ശറാബ്, അതിൽ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളമുണ്ട്, നിങ്ങൾക്ക് അലക്കാനുള്ള വെള്ളമുണ്ട്, നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമുണ്ട്, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാനുള്ള വെള്ളമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലരുണ്ടാ വല്ലാത്തൊരു അലാക്കിന്റെ മഴ പറയരുത്, അവിടെയാണ് സുബ്ഹാനല്ലാഹ് കേട്ടോ. അപ്പൊ അല്ലാഹ് പറയാം ഹുവല്ലദീ അൻസല മിനസ് സമായി മാഅൻ ലക്കും മിൻഹു ശറാബ് വമിൻഹു ശജർ. ആ മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ വടവൃക്ഷങ്ങൾ മുളക്കുന്നു, പലതരം മരങ്ങൾ അല്ലെ. വഫീഹി തുസീമൂൻ, ആ മഴ പെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ പുല്ലുകൾ നിങ്ങളുടെ നാൽക്കാലികളെ ഭക്ഷിപ്പിക്കുന്നു. പുല്ല് അരിഞ്ഞു കൊണ്ടുപോകുന്നു, നാൽക്കാലികളെ കൊണ്ടുവന്ന് തീറ്റിപ്പിക്കുന്നു. ഇതൊക്കെ അല്ലാഹ് പറയുന്നത്. ഇതൊക്കെ ഖുർആനിലുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, അല്ലാഹു സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞ ആയത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹുവല്ലദീ അൻസല മിനസ് സമായി മാഅൻ ലക്കും മിൻഹു ശറാബ് വമിൻഹു ശജറുൻ വഫീഹി തുസീമൂൻ. കാലികൾക്ക് നിങ്ങൾ പുല്ലുകൾ കൊടുക്കുന്നു. യുൻബിതു ലക്കും അസ്സറ, വൈവിധ്യമാർന്ന കൃഷികൾ ഈ മഴവെള്ളം കൊണ്ടുണ്ടാകും. ഇതാണ് പോസിറ്റീവ് ചിന്ത. നമ്മളെ ചിന്ത എന്താ പറഞ്ഞു? ഇനിയിപ്പോ കൊതുക് വരും, ഇനി ഡെങ്കിപ്പനി വരും, തക്കാളിപ്പനി വരും അല്ലെ. മഴ പെയ്യുമ്പോൾ വിശ്വാസി അതല്ല ചിന്തിക്കുന്നത്. റഹ്മാനായ റബ്ബെ, എന്താണ് ഈ മഴ പെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്? എത്ര ജീവികളാണ് ജീവിക്കുന്നത് ഈ മഴ പെയ്യുന്നില്ലല്ലോ. ആലോചിച്ചോളൂ, ഈ വെള്ളം അല്ലാഹു ആകാശത്ത് ഇറക്കുന്നില്ല, എന്താ ചെയ്യും? നമ്മൾ കുടിക്കാൻ വെള്ളം ഉണ്ടാവും, തുള്ളി വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ തുള്ളി വെള്ളം ഇല്ലാത്ത എത്ര സ്ഥലമുണ്ട്? പൈസ കൊടുത്തിട്ട് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട് അല്ലേ, കണ്ടില്ലേ?
തമിഴ്നാട്ടിലൊക്കെ വെള്ളം കുടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷേ ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ തന്നെ നമുക്ക് വെള്ളം അല്ല തന്നെ ഫിൽട്ടർ ചെയ്തിറക്കുക അല്ലേ? വല്ലാത്ത പടച്ചോന. ആ റബ്ബിനെ അറിഞ്ഞിട്ട് വേണം തസ്ബീഹ് ചെയ്യാൻ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൽബ് തട്ടട്ടെ. യുൻബിതു ലക്കും സറ, അള്ളാഹു പലതരം കൃഷികൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു. വസൈത്തൂൻ, ഒലിവ് വൃക്ഷം, ഒലിവെണ്ണ, എണ്ണയും പേറിക്കൊണ്ടാണ് ഒലിവ് വൃക്ഷം വളരുന്നത് അല്ലെ? വന്നഖീൽ, ഈത്തപ്പന, വല്ലഅനാബ്, വ്യത്യസ്തങ്ങളായ മുന്തിരികൾ. ഇതൊക്കെ ഈ മഴ പെയ്യുമ്പോൾ അള്ളാഹു ഉണ്ടാക്കുക. വെള്ളം ഒന്ന്, വെള്ളത്തിന്റെ കണ്ടന്റ് ഒന്ന് മുളച്ചതോ? ഇതൊക്കെയാണ് ലോകത്ത് നമ്മൾ ചിന്തിക്കാൻ വല്ലാണ്ട് നമ്മളെ നിർബന്ധിക്കുന്ന ഒരായത്താണിത്. മുന്തിരികൾ. പിന്നെ ഒമിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും, എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്ന് അടക്ക, തേങ്ങ, ചക്ക, സകല സാധനം പെടുത്തിയല്ല. ഒമിൻ കുല്ലി സമറാത്ത്. അതും ഭയങ്കര ചിന്ത. എന്നിട്ടല്ല പറയും ഇതെല്ലാം പറഞ്ഞിട്ട് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. മഴ പെയ്യുമ്പോൾ തന്നെ ഈ മൃഗങ്ങളും ഒക്കെ തിന്നുന്ന എല്ലാ പുല്ലുകളെ കുറിച്ചും മനുഷ്യന്റെ വെള്ളം കിട്ടിയതിനെ പറ്റിയൊക്കെ മനുഷ്യൻ ചിന്തിക്കും. അത് ബുദ്ധിയുള്ളവനെ ചിന്തിക്കുള്ളൂ. ചിന്തിക്കാൻ കഴിവല്ല കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിന്തിച്ചാൽ മാത്രമേ അള്ളാഹിനോട് അടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അള്ളാഹിനോട് അടുത്ത് ദിക്ർ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ആ ദിക്ർ ഫലപ്രദമാവുള്ളൂ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞങ്ങനെ അതേ സൂറത്ത് തന്നെ വമാ ദറഅ ലക്കും ഫിൽ അർളി മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള പഴവർഗ്ഗങ്ങൾ അതും അള്ളാഹു സൃഷ്ടിച്ചു. ഒന്ന് നിങ്ങൾ വെറുതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഷോപ്പിലേക്ക് നിങ്ങളെ തലച്ചോറൊന്ന് വെറുതെ തിരിച്ചു നോക്കി. എന്തെല്ലാം കളറാണ്, എന്തെല്ലാം കോലത്തിലെ തക്കാളി അല്ലേ? ബോംബെ മോഡൽ തക്കാളി വേറെ, ഇവിടെ വേറെ, തമിഴ്നാട്ടിൽ വേറെ, വ്യത്യസ്തങ്ങൾ. എന്തെല്ലാം കളറ്, എന്താ അതിൻ്റെ ഹരങ്ങൾ അല്ലേ? ചെറീസ് വേറെ അല്ലേ? എന്തെല്ലാം ഫ്രൂട്ട്സുകളാണ്. ഓരോ ഫ്രൂട്ട്സുകളും പേര് ഇന്നേക്കാൾ അറിയാം നിങ്ങൾക്ക്, കളറും നിങ്ങൾക്കറിയാം. പലരും അഹങ്കാരത്തിലാണ് ഇപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങല്. ആരെങ്കിലും വിരുന്ന് വന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ചുവപ്പ് പച്ചൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവിടെ അഹങ്കാരത്തിന്റെ ഉണ്ടകളായി വരിക. അല്ലാണ്ട് റബ്ബിനെ ചിന്തിക്കല്ല. ഇതൊക്കെ തന്നെ റബ്ബിനെ പറ്റി ചിന്തിക്കലുമില്ല, ആ റബ്ബിനോട് പറയലുമില്ല, ആ റബ്ബിനോട് നിൽക്കറുമില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിലിടക്കോ പള്ളിയിലൊക്കെ വന്നാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയും ചെയ്യും. ഈ സുബ്ഹാനല്ലാഹ് നിങ്ങൾ പറയുമ്പോൾ വലിയ പ്രതിഫലമുള്ള സംഗതി അറിയോ? ഇത് ഒരൊറ്റ തസ്ബീഹ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വഹദ് മലയോളം പാപം കയ്യിലുണ്ടെങ്കിലും നിങ്ങളെ കൽബ് തട്ടിയിട്ടാണ് നിങ്ങൾ ദിക്ർ ചെയ്യുന്നെങ്കിൽ അള്ളാഹു മാപ്പാക്കും. അത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് വമാ ദറഅ ലക്കും ഫിൽ അർളി മുഖ്തലിഫൻ അൽവാനുഹു, അതും പണ്ടല്ല പറയാ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യദക്കറൂൻ. ഉറ്റാലോചിക്കുന്ന ജനതക്ക് അതിലും ദൃഷ്ടാന്തമുണ്ട്. വ്യത്യസ്തമായ കളറുള്ള തക്കാളി, വ്യത്യസ്തമായ കളറുള്ള കക്കിരി അല്ലേ? എന്താ ഇതിൻ്റെയൊക്കെ എന്തെല്ലാം തരത്തിലാ ബത്തക്ക വരുന്നത്. പാകിസ്ഥാൻ ബത്തക്ക വേറെ, ഇവിടുത്തെ ബത്തക്ക വേറെ അല്ലേ? എന്തെല്ലാം കളറ്. ഏതെങ്കിലും ഒരു കളർ വ്യത്യാസം വരുമ്പോൾ കളി നിങ്ങൾ ആദ്യം പോയി വാങ്ങും. കാരണം നിങ്ങളെ പെണ്ണു കൂട്ടി നിങ്ങളത് കൊടുക്കണം ആദ്യം. അതാണ് നിങ്ങളെ ചിന്ത. അല്ലാണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കണമെന്നല്ല. ഞാനായിരിക്കണം ആ തക്കാളി ആദ്യം വാങ്ങുന്നത്, ഞാനായിരിക്കണം ആ ഫ്രൂട്ട്സ് ആദ്യം വാങ്ങുന്നത്. എന്തൊക്കെയോ ഫ്രൂട്ട്സിന്റെ പേരുണ്ട്. പേര് നമ്മളിടും, നിറമൊക്കെ മാറ്റി, രൂപമൊക്കെ മാറ്റി, ടേസ്റ്റ് മാറ്റി അല്ലേ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, മുസംബിയുടെ ടേസ്റ്റ്, നാരങ്ങ വേറെ, ഓറഞ്ച് വേറെ ടേസ്റ്റ് അല്ലേ? എല്ലാം വ്യത്യസ്തമാണ് അല്ലേ? കൈലച്ചൊക്കെ അതിലൊക്കെ നിർമ്മാണം ആലോചിച്ച് നോക്കിയാൽ ചിന്തിക്കൂല മനുഷ്യൻ. കൈലച്ചൊക്കെ നല്ലോണം വെട്ടി മുങ്ങും. എന്തിനാ അറിയോ? ബിരിയാണിയൊക്കെ തിന്നിട്ട്. എന്താ നമ്മളെ ചിന്ത എന്താ അറിയോ? നല്ലോണം ദഹനം കിട്ടുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ചാതാ. ആ കൈലച്ചക്ക ഈ രൂപത്തിൽ നിർമ്മിച്ച ലക്ഷക്കണക്കിനാണ്. ആ റബ്ബിന്റെ കഴിവ് കണ്ടിട്ട് വേണം റബ്ബിലേക്ക് അടുക്കാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? വലിയ ദൃഷ്ടാന്തം എന്താ? സൂറത്തുൻ നഹ്ൽ 12-ാമത്തെ ആയത്ത് പരിശോധിച്ചു. നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ പരിശോധിക്കാമല്ലോ. അതിനാണ് ഞാൻ ഇങ്ങനെ ആയത്തിന്റെ നമ്പർ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്കറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ കൂട്ടം കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി നടന്നുപോയി. റസൂലുള്ള പറയാം, മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൗമിൻ. നബി ഒരു കൗമി ഇരിക്കുന്നതിന്റെ ഇടയിലൂടെ നബി നടന്നുപോയി. ആ കൗമിന്റെ അവസ്ഥ എന്താ? യതഫക്കറൂൻ, അവർ ചിന്തിക്കുകയാണ്. അവർ മൗനികളായി സൈലന്റ് ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്. കുറേ സഹാബത്ത് ഒന്നിച്ചിരുന്നിട്ട്. ഫഖാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹി, നബി ചോദിച്ചു, മാ ലക്കും ലാ തതകല്ലമൂൻ, നിങ്ങൾ എന്താ ഒന്നും സംസാരിക്കാത്തത്? എല്ലാവരും സംസാരിക്കാതെ മൗനികളായിരിക്കുകയാണ്. അപ്പൊ റസൂൽ ചോദിക്കുക, മാ ലക്കും ലാ തതകല്ലമൂൻ, എന്താ നിങ്ങൾ സംസാരിക്കാത്തത്?
ഫഖാലു, അവർ പറഞ്ഞു, നതഫക്കറു ഫീ ഖൽഖില്ലാഹി അസ്സ വജൽ, നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുക. സൃഷ്ടിപ്പിനെ പറ്റി, സ്വന്തം ശരീരത്തെ പറ്റി പഠിച്ചാൽ തന്നെ നബി എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? മൻ അറഫ നഫ്സഹു, സ്വന്തം ശരീരം എന്താണെന്ന് ഒരാൾ പഠിച്ചാൽ ഫഖദ് അറഫ റബ്ബഹു, റബ്ബിനെ അവൻ അറിയും. ഇത് ബില്യൺ കണക്കിലുള്ള ഓരോരോ വൈറസ്, ഓരോരോ എല്ലാ ശരീരത്തിലും വേണ്ട ആവശ്യമായ വൈറസും ആവശ്യമില്ലാത്ത വൈറസുകൾ, അതുപോലെ എത്ര എന്താ പറയാ, ഓരോരോ ഞരമ്പുകൾ, അത്ഭുത. തലച്ചോറിലേക്ക് എല്ലാ സംഭവവും, ചെറുവിരലിന്റെ മുകളിൽ മുതൽ ഒരു സംഗതി തട്ടിയ വിവരം കൊടുക്കുന്നത് അപ്പം കൊടുക്കും. എന്ത് ഇൻഫർമേഷൻ കൊടുക്കുക തലച്ചോറിനാണ്. അത്രമാത്രം സങ്കീർണമായിക്കൊണ്ടുള്ള സൃഷ്ടിപ്പ റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ച്. ഇതൊക്കെ ചിന്തിക്കണം, എന്നിട്ട് വേണം നിസ്കരിക്കാൻ വരാൻ, എന്നിട്ട് വേണം റബ്ബിലേക്ക് അടുക്കാൻ. അല്ലാണ്ട് വെറുതെ അവിടെ ഉണ്ട് അല്ലാഹു വെറുതെ കൈയ്യടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നന്നാവാത്തത്. ചിന്ത ഒഴിഞ്ഞു പോയ ദിക്റാണ് നമ്മളത്. അപ്പൊ ചിന്തയും ദിക്റും സമന്വയിപ്പിച്ചാൽ അൽഹംദുലില്ലാ നമ്മൾ ഓരോ നേരവും നിസ്കരിക്കുമ്പോൾ റബ്ബിലേക്ക് അടുത്തു പോകും. ഓരോ നേരവും മറ്റെന്തുണ്ടാവുള്ളൂ അറിയോ? നിസ്കാരത്തിന്റെ ഭയങ്കര സന്തോഷം കിട്ടത്തക്ക രൂപത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് മനോഹാരിത കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതും ഓടുന്നതൊക്കെ. നോക്കേണ്ടത് അങ്ങനല്ല വേണ്ടത്. ചിന്തിക്കണം ഓരോ ആയത്തുകളും. ഇപ്പോൾ ഞാൻ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, ആ ആയത്തൊക്കെ ഓതുമ്പോൾ ചിന്തിക്കാണ്ട് അത് ഓതിയാൽ ഓനക്ക് നാശാന്നാ റസൂലുള്ള പറഞ്ഞത്. ചിന്തിക്കാണ്ട ഖുർആൻ ഓതിയാൽ കേട്ടോ നാശാണ്. അത് ചിന്തിക്കണം. റസൂലുള്ള പറഞ്ഞ ഒരൊറ്റ ദിക്റിന്റെ ഒരു പ്രതിഫലം മാത്രം ഒന്ന് കേട്ടു. റസൂലുള്ള പറയാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. ഈ ദിക്ർ ചെല്ലണ്ട എപ്പോഴാണ്? രാവിലെ ആകാം, വൈകുന്നേരമാവാം, അല്ലെ? രോഗത്തേക്ക് എടുക്കുന്നവർക്കാകാം, നല്ല ആരോഗ്യമുള്ളവർക്ക് ആവാം, പണക്കാരനാവാം, ദരിദ്രനാവാം, യാത്രയിലാവാം, സ്വദേശത്ത് വെച്ചാവാം, എവിടെയും വെച്ചാവാം. അത് നമ്മളിപ്പോൾ കേട്ടു. ആ ഒരു ഒറ്റ ദിക്റിന്റെ പ്രതിഫലം കേട്ടു നോക്കിയാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് പറയാൻ വല്ല പണിയുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ഏകനാണ്. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് പരമാധികാരം. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുടെയും പരമാധികാരം അവനുള്ളതാണ്. വലഹുൽ ഹംദ്, അവനെ മാത്രമാണ് സ്തുതിക്കേണ്ടത്. പിന്നെ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എല്ലാ കാര്യങ്ങൾക്കും റബ്ബിന് കഴിവുണ്ട്. നിന്റെ രോഗം മാറൂല, അല്ല നിന്റെ പട്ടിണി മാറൂല നിങ്ങൾ ധരിക്കരുത്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാത്തൊരു കാര്യം ഉണ്ടാവാൻ ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അതാണ് അല്ലാഹ്. ആ റബ്ബിനാണ് നിങ്ങൾ തസ്ബീഹ് ചെയ്യുന്നത്. പക്ഷെ നമ്മളോ ഓഫുലത്തിലാണ്, അശ്രദ്ധയിലതൊക്കെ ചെയ്യുന്നത്. ഓരോ കാര്യവും ഇപ്പൊ സുബ്ഹാനല്ലാഹ് 33 ആയം എണ്ണം നോക്കല നമ്മളെ പണി. അല്ലാണ്ട് നമ്മൾ അള്ളാഹിനോട് അടുത്തോ നോക്കലില്ല. ഇനി ദിക്ർ ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹിനോട് കൽബെടുത്തോ നോക്കുക കേട്ടോ. അപ്പോ റസൂൽ പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ കാനത്ത് ലഹു അദ്ല അശ്രി റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട് നമുക്ക് നാളെ പരലോകം കിട്ടും. 10 അടിമകളെ മോചിപ്പിച്ചു തീർന്നില്ല. കുത്തിബത്ത് ലഹു മിയത്തു ഹസന, ഈ ഒരൊറ്റ ദിക്ർ ചൊല്ലിയാൽ 100 നന്മ അവന്റെ പേരിൽ എഴുതും. പിന്നെയോ മുഹിയത്തൻഹു, അവൻ നിന്ന് മായ്ച്ചു കളയും. മേത്തു ചെയ്യ 100 തിന്മ. ഒരൊറ്റ ദിക്റുകൊണ്ട് 100 നന്മ നമ്മളുടെ പേരിൽ എഴുതപ്പെടുകയും 100 തിന്മ നമ്മളിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യും. എന്താ നമ്മൾ ചൊല്ലിയത്? ഫിക്റോട് കൂടി ചിന്തയെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രതിഫലം അപ്പൊ പറഞ്ഞു. അത് റസൂൽ നിരന്തരമായി ചെയ്യും. എന്നിട്ട് റസൂൽ പറയാം, അത് മാത്രമല്ല പ്രതിഫലം, വകാനത്ത് ലഹു ഹിർസൻ മിനശ് ശൈത്താൻ, ഓന് പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാവും. ഇതുവരെ ഒരു പ്രാവശ്യം ഒരാൾ ദിക്റാണ് ചൊല്ലിയ 100 പ്രാവശ്യം നേരത്തെ പറ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ 100 പ്രതിഫലം നന്മയെഴുതി 100 തിന്മ മായ്ച്ചു കളഞ്ഞു. പിന്നെയോ ഹിർസൻ മിനശ് ശൈത്താൻ, പിശാചിനുള്ള സംരക്ഷണം. യൗമുഹു ദാലിക, ആ ഒരു ദിവസം മുഴുവൻ പിശാചുകളായിട്ട് അടുക്കൂല. പിശാച് അകന്നു പോകും. കൽബിലുണ്ട് നിങ്ങളല്ലേ, അപ്പൊ പിന്നെ പിശാചിനുമായിട്ട് അടുക്കാൻ തരാം. പിന്നെ വലം ഏത്തി അഹദുൻ ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക. പരലോകത്ത് ഇതിനേക്കാൾ പ്രതിഫലമുള്ള ആരും വരൂല. ആരും പരലോകത്ത് ഇത് ചെല്ലിയ ഈ ദിക്റിനേക്കാളും വലിയ പ്രതിഫലവുമായി ആരും വരില്ല
ഇനി ആരാ വരിക? റസൂൽ പറയാ ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക, ഇതിനേക്കാളധികം ദിക്റുകളുമായി വന്നവരല്ലാതെ പരലോകത്ത് ഇതിലും വലിയ പ്രതിഫലമുള്ള ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഓരോ അവയവങ്ങൾക്കുമുള്ള ദിക്റുകൾ നിർവഹിക്കുക. റഹ്മാനായ റബ്ബിലേക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അടുക്കുക. റബ്ബ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ദിക്റിന്റെ മഹത്വം, ഫിക്റോടുകൂടി നടത്തുന്ന ദിക്റിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവുമാണ് ഇപ്പം ഇതുവരെ നമ്മൾ കേട്ടത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനോട് പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅ്മാലികും വഅസ്കാഹ, ഏറ്റവും പ്രതിഫലം ലഭ്യമാകുന്നതും ഏറ്റവും പരിശുദ്ധവുമായ ഒരമല് പഠിപ്പിച്ചേറ്റ് വെച്ചു. ഒരൊറ്റ അമല് ഏറ്റവും പരിശുദ്ധാണ്, അസ്കയാണ്, അതോടൊപ്പം ബിഖൈരി അഅ്മാലികും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായത്. ആരുടെ അടുത്ത് ഉത്തമമാവും? ഇന്ദ മലീക്കിക്കും, നിങ്ങളുടെ രാജാതിരാജനായ അള്ളാഹുവിലേക്ക്, നിങ്ങളുടെ രാജാതിരാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധവും ഏറ്റവും പ്രതിഫലാർഹവുമായ ഒരമല് പഠിപ്പിച്ചിട്ട് സഹാബത്തിനോടെ ദറജാത്തിക്കും, നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്നതുമായ ഒരൊറ്റ ദിക്റ്. വഖൈറുലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരീഖ്, നിങ്ങൾ സ്വർണവും വെള്ളിയും സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള ഒരമല്. സ്വർണവും വെള്ളിയും സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള. പിന്നെ മിന്നൻ തൽക്കൗ അദുവക്കും ഫതലിബൂന അഅനാഖഹും വയദ്രിബൂന അഅനാഖക്കും, നിങ്ങളുടെ കഴുത്ത് അവർ വെട്ടുകയും അവർ നിങ്ങളുടെ കഴുത്തും നിങ്ങൾ അവരുടെ ശത്രുക്കളുടെ കഴുത്തും വെട്ടുന്ന യുദ്ധത്തിനേക്കാൾ പ്രതിഫലമായത്. ഷഹീദാവുന്നതിനേക്കാൾ കൂലിയുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറഞ്ഞപ്പം? റബ്ബിന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധം, ഏറ്റവും ഉത്തമം, വെള്ളിയും സ്വർണവും ചെലവഴിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത്, പിന്നെ ഷഹീദാവുന്ന അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദാവുന്നതിനേക്കാളും പ്രതിഫലമുള്ളൊരു കാര്യം. ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ പറഞ്ഞു തരണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരൊറ്റ പ്രതിഫല എനിക്ക് പറയാനുള്ളത്, ദിക്റുല്ലാഹി തആല, മരണം വരെ അള്ളാഹനെ ദിക്ർ ചെയ്യാം. ഇതാണ് അതിനേക്കാൾ വലുത്. കൽബിൽ അള്ളാഹനെ, അല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇങ്ങനെ എവിടെയും കുത്തുന്നു ചെന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കൽബ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദിക്ർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചുവെങ്കിൽ, റബ്ബിന് അടുത്തറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചെയ്തുവെങ്കിൽ ഈ പറഞ്ഞതിനേക്കാളൊക്കെ പ്രതിഫലത ഉണ്ടാവും. നമ്മൾ ചെല്ലുന്നതിന് കിട്ടുമില്ല, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്താ കിട്ടുക. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്. പിന്നെ കണ്ണ്, നമ്മളുടെ കണ്ണിന് പോലും എന്തുണ്ട്? ദിക്റുണ്ട്. നോക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് പറയാണ്, അഴുത്തു അയ്യുനക്കും ഹല്ലഹ, നിങ്ങളുടെ കണ്ണിന്റെ ഓഹരി നിങ്ങൾ കണ്ണിന് കൊടുക്കാൻ കേട്ടോ. അഴുത്തു അയ്യുനക്കും ഹല്ലഹ മിനൽ ഇബാദത്ത്, കണ്ണ് നിർവഹിക്കേണ്ട ഇബാദത്ത് ആ ഓഹരി കണ്ണിന് കൊടുത്തേ പറ്റൂ. അതാ കേൾക്കേണ്ടത്. നമ്മളെ കണ്ണുകൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ണുകൊണ്ട് ദുഷിച്ച കാര്യങ്ങൾ ചെയ്യലാണ്, അല്ലെ? ദുഷിച്ച കാര്യങ്ങൾ കാണലാണ്. കണ്ണുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഫഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഹല്ലുഹാ മിനൽ ഇബാദ, എന്താണ് റസൂലെ കണ്ണിന്റെ ഇബാദത്ത്? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദറു ഫിൽ മുസ്ഹഫ്, മുസ്ഹഫിലേക്ക് നോക്കൽ ഇബാദത്ത. കണ്ണിന്റെ മുസ്ഹഫിലേക്ക് നോക്കൽ കണ്ണിന്റെ ഇബാദത്താണ്. അന്നദറു ഫിൽ മുസ്ഹഫ് വതഫക്കറു ഫീഹി, ആ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കൽ ഇബാദത്താണ്. ഉണ്ടാവും. ആ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അത്ഭുതങ്ങൾ ഓതുമ്പോൾ എന്ത് വേണം? ഫിക്ർ, തഫക്കുർ, ചിന്ത വേണം. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഖുർആൻ പറയുന്ന കഥകൾ, എന്തെല്ലാം കഥകളാ ഖുർആൻ പറയുന്നത്, അതിനൊക്കെ പാഠം ഉൾക്കൊള്ളണം. കേട്ടോ, നമുക്കറിയാലോ ഖുർആൻ ഇറക്കിയെന്നില്ല അള്ളാഹ് പറയുന്നുണ്ടല്ലോ, വഅൻസൽനാ ഇലൈക ദിക്ർ, ഈ ഖുർആനിനെ മുഹമ്മദെ ഞാൻ നിനക്ക് ഇറക്കിയതിനാണ് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവർക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഖുർആൻ നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കേ. അങ്ങനെ വിശദീകരിച്ചാലോ വലഅല്ലഹും യതഫക്കറൂൻ, അങ്ങനെ വന്നാൽ നീ അങ്ങനെ വിശദീകരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നവരാവും. ഖുർആൻ വിശദീകരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നവരായി മാറും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും പിന്നെ അവരുടെ ദിക്ർ. ഖുർആനിലേക്ക് നോക്കൽ എന്താണ്? ഇബാദത്താണ്.
ഖുർആനിലേക്ക് നോക്കൽ ഇബാദത്ത്, അതേസമയം ഖുർആനിലുള്ള കാര്യങ്ങൾ ചിന്തിക്കലോ അതും ഇബാദത്ത്. ഖുർആനിൽ കടന്നു പോകുന്ന വിഷയങ്ങളോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലും ഇബാദത്ത്. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആവുക. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, നമ്മളെ വീട്ടിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്ത് എത്ര മുസ്ലിങ്ങളുണ്ട്? ഇവരൊക്കെ മുസ്ലിങ്ങളാണോ? ആയിട്ടുണ്ടോ? മരിച്ചവരൊക്കെ മുസ്ലിങ്ങളായിട്ടാണോ മരിച്ചത്? നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ മുസ്ലിം ആയിട്ടുണ്ടോ? ഒന്ന് വെറുതെ ഒന്ന് പരിശോധിച്ചാൽ കേട്ടോ. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം, അല്ലെ നമ്മൾ അപകടത്തിലേക്കാണ് പോവുക കേട്ടോ. ഒരിക്കൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാർ ഈസാ നബിയോട് ചോദിച്ചു, ഖാൽ ഹവാരിയൂനല്ലേ ഈസബിന് മറിയം, ഈസബിന് മറിയത്തോട് ഈസാ നബിയോട് ഹവാരികൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹൽ അലൽ അർളി മിസ്ലുക്, ഈസാ നബിയെ നിങ്ങളുടെ അത്ര പവിത്രത ഉള്ള ആള് ഭൂമിയിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? നിങ്ങളത്ര പവിത്രതല്ലേ, കറാമത്തുള്ളതല്ല, മുഴുവത്തുള്ളതല്ല, നിങ്ങളുടെ അത്ര പവിത്രതയിൽ ജീവിക്കുന്ന ആള് ഭൂമിയിൽ ഇനിയുണ്ടോ? ചോദ്യം അതാണ്. കാല ഈസാ നബി പറഞ്ഞു, നാം ഉണ്ട്. ആരാണത്? മൻകാന മൻതിഖുഹു ദിക്റ, സംസാരത്തിൽ മുഴുവൻ അള്ളാഹിനെ സൂചിപ്പിച്ച് സംസാരിക്കുന്ന ആൾ. അള്ളാഹിനെ കുറിച്ച് സംസാരിക്കും, അള്ളാഹിനെ കുറിച്ച് ഏതൊരു കാര്യം പറഞ്ഞാലും അള്ളാഹ് ഉണ്ടാവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നാളെ കാണാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അള്ളാഹിനെ കൊണ്ടല്ലേ ഇൻഷാ അള്ളാഹ് അറിയല്ലേ? ഇല്ലേ? ഞാൻ പൈസ കടഞ്ഞു വെച്ചു, ഇൻഷാ അള്ളാഹ് മറ്റന്നാൾ തരാം, അവിടെ അള്ളാഹ് ഒന്നില്ലേ? അങ്ങനെ സംസാരിക്കുന്ന ആളായിരിക്കണം. അല്ലാണ്ട് നാളെ തരാ എന്ന് പറഞ്ഞാണ്ട് പോകില്ല കേട്ടോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാം. പിന്നെ രോഗം വന്നു, ലാബസ് ഇൻഷാ അള്ളാഹ് തഹൂർ. രോഗം വന്ന് കാണാൻ ചെന്നു, ലാബസ് ഒരു കുഴപ്പമില്ലട്ടത് ഇൻഷാ അള്ളാഹ് തഹൂർ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു എളുപ്പം സുഖാക്കും. അവിടെ അള്ളാഹ് സംസാരിക്കുമ്പോൾ എവിടെയെല്ലാം എന്റെ സംസാരത്തിൽ അള്ള വന്നു എന്ന് പരിശോധിക്കുക കേട്ടോ. അല്ലല്ലാത്ത സംസാരം അത്രേ. ദുർവ്യയം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാനെ കൊണ്ടുവരാൻ കഴിയില്ല, അത് ശൈത്താൻ ഉണ്ടാവും കൂടെ ഉണ്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് അടുത്തെന്താ? വസുംതുഹു ഫിക്ര, മൗനമായിരിക്കുമ്പോ ചിന്ത വേണം കേട്ടോ, എന്നാല് ഈസാ നബിനെ പോലാവും. വെറുതെ നിൽക്കുന്ന പരിപാടിയില്ല, വെറുതെ നിൽക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കും. അതാണ് മൗനിയാകുമ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ. നിറുഹു ഇബ്ര, ഒരിടത്തേക്ക് നോക്കുമ്പോൾ അപ്പ ഗുണപാടാ. ഏത്? ഒരു പർവ്വതം കണ്ടു, ഒരു മല കണ്ടു, അലതല്ലുന്ന സമുദ്രത്തെ കണ്ടു, മനുഷ്യന്മാരെ വ്യത്യസ്തമായ രൂപങ്ങൾ കണ്ടു, അതിലൊരു ഗുണപാഠം അവനുണ്ടാവും. അങ്ങനെ വന്നാൽ അദ്ദേഹം പറയാം, ഫൈനഹു മിസ്ലി, അവൻ എന്നെ പോലെയാണ്. ആരെ പോലെ? ഈസാ നബിനെ പോലെ. ഈസാ നബിന്റെ പ്രത്യേകത ഏകാന്തതയിൽ ചിന്തയാണ്, പിന്നെയോ സംസാരത്തിൽ അള്ളയാണ്, മറ്റു ചിന്തകളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്താവുക? അള്ളാഹിനോട് കൂടുതൽ എടുക്കാൻ കഴിയുക. നമ്മൾക്ക് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം പുറത്തു മാപ്പായി തെരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിനോട് ചെയ്യുന്ന ദിക്റുകൾ കൽബറിഞ്ഞുകൊണ്ട് നിർവഹിക്കുവാനും ഫിക്റും ദിക്റും ഒരുപോലെ സമന്വയിപ്പിച്ച് നിർവഹിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതുവരെ ചെയ്ത എല്ലാ ദിക്റുകളും അർഹമുർറാഹിമിനായ റബ്ബ് പോരായ്മകൾ പരിഹരിച്ച് നമ്മുടെ ദിക്റുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഈ നിർവഹിച്ച എല്ലാ ഇബാദത്തുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായം ചെന്ന് പ്രായാധിക്യം കൊണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ പ്രായത്തിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിക്കുകയും ആരോഗ്യം അവർക്ക് നൽകുകയും മനസ്സമാധാനത്തോടുകൂടി യാത്ര പോകാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കൽബിൽ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് യാത്ര പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.